ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? ഇന്ന് ഞാന് ഒരു കുഞ്ഞൻ എലിയുടെ കഥ പറയാം. പണ്ടൊരു സ്ഥലത്ത് ഒരു എലിക്കുട്ടൻ ഉണ്ടായിരുന്നു. കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു വീട്ടിലാണ് കുഞ്ഞൻ എലി താമസിച്ചിരുന്നത്. അവന്റെ പേരാണ് ടിക്കു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഒരു പൂച്ച വന്നു. ഒരു കണ്ടൻ പൂച്ച. കണ്ടൻ പൂച്ചയ്ക്ക് എലിക്കുട്ടനെ ഭയങ്കര ദേഷ്യമായിരുന്നു. എലിക്കുട്ടനെ കാണുമ്പോൾ പൂച്ച അവനെ ഓടിക്കും. പേടിച്ചു വിറച്ചാണ് അവൻ കിടന്നുറങ്ങാറ്. ഇവിടെ നിന്നാൽ കണ്ടൻ പൂച്ച തന്നെ പിടിക്കും എന്ന് മനസ്സിലാക്കിയ കുഞ്ഞൻ എലി അവിടെ നിന്നും രക്ഷപ്പെടാനായി കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം കണ്ടൻ പൂച്ച ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞൻ എലി പമ്മി കണ്ടൻ കാണാതെ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അവൻ ഓടി 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 ദൂരെ കാട്ടിലെത്തി. അവന് എങ്ങോട്ടു പോകണമെന്ന് അറിയില്ലായിരുന്നു. രാത്രിയാവാറായി. ഇന്ന് രാത്രി എവിടെ കിടന്നുറങ്ങും? അവൻ അതോർത്ത് വിഷമിച്ചു. കിടന്നുറങ്ങാൻ പറ്റിയ സ്ഥലം നോക്കി അവൻ കാട്ടിലൂടെ നടന്നു. എന്താ നീ അന്വേഷിച്ചു നടക്കുന്നേ? പെട്ടെന്നൊരു ശബ്ദം കേട്ട് ടിക്കു തിരിഞ്ഞു നോക്കി. അപ്പോൾ അവനെപ്പോലെ തന്നെ മറ്റൊരു എലിക്കുട്ടൻ. എലിക്കുട്ടനെ കണ്ടപ്പോൾ തന്നെ ടിക്കുവിന് ആശ്വാസമായി. ഞാൻ പിങ്കു. നിന്റെ പേരെന്താ? നീ എന്താ ഇവിടെ? നീ എന്താ അന്വേഷിക്കുന്നേ? ടിക്കുവിനോട് പിങ്കു ചോദിച്ചു. എന്റെ പേര് ടിക്കു എന്നാ. ഞാൻ ദൂരെ ഗ്രാമത്തിൽ നിന്നും വന്നതാ. രാത്രിയാവാറായി എനിക്ക് കിടന്നുറങ്ങാൻ ഒരു സ്ഥലം നോക്കി നടക്കായിരുന്നു, ടിക്കു പറഞ്ഞു. ടിക്കുവിനെ കണ്ടപ്പോൾ പിങ്കുവിന് പാവം തോന്നി. പിങ്കു പറഞ്ഞു, ടിക്കു, നീ എന്റെ കൂടെ പോരെ? ആ വലിയ മരത്തിലൊരു പൊത്തുണ്ട്. ഞാൻ അതിനുള്ളിലാണ് താമസിക്കുന്നത്. നീ പോരെ? രണ്ടുപേർക്ക് സുഖമായി അതിനുള്ളിൽ കിടക്കാം. ടിക്കുവിന് സന്തോഷമായി. അവൻ പിങ്കുവിന്റെ കൂടെ പിങ്കുവിന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ടിക്കു പിങ്കുവിന്റെ കൂടെ അവിടെ താമസം തുടങ്ങി. അവരെന്നും കാട്ടിലൊക്കെ ചുറ്റി നടക്കും. ആഹാരസാധനങ്ങൾ ശേഖരിക്കാൻ അവർ രണ്ടുപേരും ഒരുമിച്ച് പോകും. അങ്ങനെ കളിയും ചിരിയുമായി പിങ്കുവും ടിക്കുവും നല്ല ഫ്രണ്ട്സായി മാറി. ഒരു ദിവസം അവർ കാട്ടിലൂടെ നടന്നുവരികയായിരുന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. വലിയൊരു പെരുമ്പാമ്പ് അവരുടെ അടുത്ത് വന്ന് പാവം പിങ്കുവിനെ പിടിച്ചു. പിങ്കു കിടന്നു കരഞ്ഞു. പെട്ടെന്ന് തന്നെ ആ പാമ്പ് അവനെ എടുത്ത് വിഴുങ്ങി. ഇതെല്ലാം കണ്ട് ടിക്കു പേടിച്ചു വിറച്ചു. പാമ്പ് അവനെയും പിടിക്കാൻ വന്നു. പക്ഷേ അവൻ ഓടി രക്ഷപ്പെട്ടു. ഓടി ഓടി അവൻ വീട്ടിലെത്തി. ടിക്കു കിടന്നു കരഞ്ഞു. കൂട്ടുകാരനെ നഷ്ടപ്പെട്ടത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്തു ചെയ്യുമെന്ന് അവൻ അറിയില്ലായിരുന്നു. അവൻ എന്നും പിങ്കുവിനെ ഓർത്ത് വിഷമിച്ചു നടന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മഴക്കാലം തുടങ്ങി. പുറത്തൊന്നും പോകാൻ കഴിയാതെ ടിക്കു വീടിനുള്ളിൽ തന്നെയായിരുന്നു. ശക്തിയായ മഴയാണ് പെയ്യുന്നത്. മഴവെള്ളം വീട്ടിനുള്ളിലേക്ക് കയറി തുടങ്ങി. അതെല്ലാം ടിക്കു മണ്ണൊക്കെ വെച്ച് മഴവെള്ളം വീട്ടിൽ കയറാതെ ശരിയാക്കി വെച്ചു. അപ്പോഴതാ പുറത്ത് ഒരിണക്കം ടിക്കു സൂക്ഷിച്ചു നോക്കി. അപ്പോൾ അതാ വരുന്നു പണ്ട് പിങ്കുവിനെ പിടിച്ചു തിന്ന അതേ പെരുമ്പാമ്പ്. ടിക്കു വീണ്ടും പേടിച്ചു വിറച്ചു. പെരുമ്പാമ്പ് ടിക്കുവിന്റെ വീടിനുള്ളിലേക്ക് കയറി. പെരുമ്പാമ്പ് ടിക്കുവിനെ കണ്ടു. ഹഹഹ, ഇന്നത്തെ ദിവസം കൊള്ളാം. താമസിക്കാൻ നല്ലൊരു വീടും കഴിക്കാനാ നല്ല ഭക്ഷണവും കിട്ടിയല്ലോ. ഇനി മുതൽ ഈ വീട്ടിൽ ഞാനാണ് താമസിക്കാൻ പോകുന്നത്. നീ ഇന്നെന്റെ ഭക്ഷണാണ് എന്നും പറഞ്ഞ് പെരുമ്പാമ്പ് ടിക്കുവിനെ പിടിക്കാൻ മുന്നോട്ടു വന്നു. ടിക്കു പെരുമ്പാമ്പിന് പിടികൊടുക്കാതെ പുറത്തേക്കോടി രക്ഷപ്പെട്ടു. എന്നിട്ട് ദൂരെ മാറി ഒരു ചെടിയുടെ ഇടയിൽ അവൻ ഒളിച്ചിരുന്നു. നല്ല ശക്തിയായ മഴയായതുകൊണ്ട് പാമ്പ് പിറകെ പോയില്ല. അവൻ പൊയ്ക്കോട്ടെ എന്ന് കരുതി. എന്നിട്ട് പെരുമ്പാമ്പ് ആ വീടിനുള്ളിൽ കിടന്ന് ഉറങ്ങി. പെട്ടെന്നാണ് ശക്തിയായ കാറ്റ് വീശാൻ തുടങ്ങിയത്. ശക്തിയായ കാറ്റിലും മഴയിലും പെട്ട് പെരുമ്പാമ്പ് ഉറങ്ങുന്ന ആ മരം ആടി ഉലയാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു കാറ്റ് വീശി. ആ വലിയ മരം ആ കാറ്റിൽപ്പെട്ട് ഒടിഞ്ഞു വീണു. മരം ഒടിഞ്ഞു വീണപ്പോൾ അതിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പെരുമ്പാമ്പിന് മുകളിലൂടെ ആ മരം വീണു. അങ്ങനെ ദുഷ്ടനായ ആ പെരുമ്പാമ്പ് അവിടെ കിടന്ന് ചത്തുപോയി. ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ടിക്കു. തന്റെ വീട് പൊളിഞ്ഞുപോയെങ്കിലും പിങ്കുവിനെ കൊന്നുതിന്ന പെരുമ്പാമ്പിന് ദൈവം കൊടുത്ത ശിക്ഷ കണ്ടപ്പോൾ ടിക്കുവിന് സമാധാനമായി. പുതിയ താമസസ്ഥലവും നോക്കി. അങ്ങനെ ടിക്കു ആ മഴയത്ത് വീണ്ടും യാത്ര തുടർന്നു. കൂട്ടുകാരെ, ടിക്കുവിന്റെ കഥ ഇഷ്ടായോ? ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ. പിന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോ ശരി ഫ്രണ്ട്സ്, ഇനിയും നല്ല കുഞ്ഞു കഥകളുമായി വീണ്ടും വരാം. ബൈ.